ഹലോ, ജർമ്മനിയിൽ നിന്ന് നിങ്ങൾക്ക് നാട്ടിലേക്ക് പൈസ അയക്കാനായിട്ട് ഒരുപാട് ആപ്പുകളുണ്ട്. അപ്പോൾ ഞാനിവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫർ പൈസ ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹൈ റേറ്റ് ഉള്ള സമയത്ത് നമുക്ക് ബുക്ക് ചെയ്ത് വെച്ച് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ക്രിൽ, N26, റെമിറ്റ്ലി, മണിഗ്രാം, ഇൻസ്ട്രീം, വേൾഡ് റെമിറ്റ്, എക്സി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതുകൂടാതെ തന്നെ റിവോൾട്ട്, പേ പെന്നി തുടങ്ങിയ ആപ്പുകൾ വഴിയും നിങ്ങൾക്ക് നാട്ടിലേക്ക് പൈസ അയക്കാം. നിങ്ങൾ N26 ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുവഴി അപ്പോൾ തന്നെ നിങ്ങൾക്ക് നാട്ടിലേക്ക് പൈസ അയക്കാനും സാധിക്കുന്നതാണ്. ഓരോ ആപ്പുകൾ എടുക്കുമ്പോഴും അതിന്റെ ട്രാൻസ്ഫർ റേറ്റ് ഒക്കെ എത്രയാണെന്നുള്ളത് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ വൈസ് യൂസ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു 32-33 മണിക്കൂറുണ്ട്. അതിന്റെ ഉള്ളിൽ നമ്മൾ ആ അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്താൽ മതി. അക്കൗണ്ട് ഹോൾഡർ നമ്മൾ തന്നെ ആയിരിക്കണം. ബാങ്ക് ഡീറ്റെയിൽസ്, IBAN നമ്പർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് റെഫറൻസ് ആണ്. ഇത് കോപ്പി ചെയ്തിട്ട് വേണം, ഈ റെഫറൻസ് വെച്ചിട്ട് വേണം നമ്മൾ പൈസ അയക്കാനായിട്ട്. ബുക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഐ വിൽ പേ ലേറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴും ട്രാൻസ്ഫർ റേറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ട്രാൻസ്ഫർ റേറ്റിൽ അയക്കാം. വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ ഈ ഒരു എമൗണ്ട് നാട്ടിലെ അക്കൗണ്ടിലേക്ക്